അട്ടപ്പാടി അഗളി ജനവാസ മേഖലയിൽ ഒറ്റയാനിറങ്ങി ബോഡിച്ചാള പാലത്തിനരികിലാണ് ആന എത്തിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു സംഭവം? അരുൺ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ അട്ടപ്പാടി അഗളിയിലെ ജനവാസ മേഖലയിൽ ഒറ്റയാനി ഇറങ്ങിയത്. ബോഡിച്ചാള പാലത്തിനരികിലാണ് ആന എത്തിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആനയെ കാട് കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ ആന തുടരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് ആന ഈ ഭാഗത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി നേരമായതുകൊണ്ട് തന്നെ ഇതിനെ കാട് കയറ്റി വിടുന്നതിനും മറ്റുമൊക്കെ നന്നായി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ്. വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വനം വകുപ്പ് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ആനയെ കാട് കയറ്റണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആനയെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ ആന ഇത്തരത്തിൽ ആരെങ്കിലും ആക്രമിക്കുമോ എന്നുൾപ്പെടെ വലിയൊരു ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അട്ടപ്പാടിയിൽ നേരത്തെയും ഈ നിരവധി തവണ ഈ രാത്രികാലങ്ങളിൽ ജനവാസ മേഖലകളിൽ കാട്ടാനകൾ എത്തുകയും ആളുകളുടെ വീടും കൃഷിയും ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഒറ്റയാനാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്കൊരു ഭയമുള്ളത്. ഒറ്റയാനാണെങ്കിൽ കൂടുതൽ ആക്രമകാരിയായിരിക്കും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ഏതായാലും ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, വ്യക്തമാണ്. അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.